ഹേ ഗായ്സ്, ദിസ് ഈസ് സോ ജാറൂട്ടിലേക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ റീഡിങ് ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഓക്കെ, സോ നമ്മൾക്ക് നോക്കാം യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽസ് ആയിട്ട് നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മെസ്സേജായിട്ട് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നത് എന്നത്. പോസിറ്റീവായിട്ടിരിക്കുക. ഏഞ്ചൽ മെസ്സേജ് ആയതുകൊണ്ട് തന്നെ പൈലായിട്ട് വെക്കുന്നില്ല, നിങ്ങൾക്കിത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ നമ്മൾക്ക് നോക്കാം. ഓക്കെ, യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, പോസിറ്റീവായിട്ടിരിക്കുക. പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. ഓക്കെ, സോ ബിസി ആയിട്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു റീഡിങ് കാണാതിരിക്കുക. കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് മാത്രം റീഡിങ് ബാക്കി കാണാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, ഏഞ്ചൽ മെസ്സേജ് എന്തൊക്കെ കാര്യങ്ങളാണ്? ആൻഡ് ദി ഫസ്റ്റ് കാർഡ്, ഫസ്റ്റ് തന്നെ നമ്മൾക്ക് വളരെ പോസിറ്റീവായിട്ട് 2 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഏസ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡെക്ക് 6 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഭയങ്കര പോസിറ്റീവായിട്ടാണ്. അതേപോലെ ക്യാഷ് വൈസ് സ്റ്റെബിലിറ്റി ഇല്ലാത്തവർക്കും ഒരു അവസരം കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഫസ്റ്റിൽ വന്നിട്ടുള്ള 3 കാർഡ്സും പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അതായത് യൂണിവേഴ്സായിട്ട് നമ്മൾക്ക് തരുന്നൊരു മെസ്സേജ്, നിങ്ങൾ എന്തിലാണോ സ്റ്റക്കായി നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മുന്നോട്ടേക്ക് ആഗ്രഹിക്കുന്നത് അത് അധികം ലേറ്റ് ആവാതെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി മാനിഫെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം പോസിറ്റീവായിട്ടും ഫാസ്റ്റായിട്ടും ഇനി അധികം ഡിലേ ഇല്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ക്യാഷ് ബേസ് സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു സിറ്റുവേഷനോ ഒരു ജോബൊക്കെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാര്യം ഇവിടെ 2 ഓഫ് കപ്സും ഏസ് ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഇനി അധികം ഒരു ഡിലേ കാണിക്കുന്നില്ല. നിങ്ങൾ മേ ബി ഭയങ്കര ഒരു സ്റ്റക്നെസ്, ഒരു ആൻസൈറ്റി, ഡിപ്രഷനിലൂടെയൊക്കെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന. ലൈഫിലൊരു ക്ലാരിറ്റി ഇല്ല, ഭയങ്കരമായിട്ട് മുന്നോട്ടേക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷേ ഇവിടെ ഒരു മാറ്റമാണ് കാണിക്കുന്നത്. ഒരു ട്രാൻസ്ഫർമേഷൻ കഴിഞ്ഞിട്ടുള്ളൊരു പുതിയ തുടക്കം. ഓക്കെ, ഒരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഒരു ടാരറ്റ് കാർഡ് റീഡിംഗ് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് ചെറിയ മീനിങ്സ് എങ്കിലും മനസ്സിലാവും അല്ലേ. ഇവിടെ 3 കാർഡ്സും പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും അത്രത്തോളം പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ചും റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സെപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ പുതിയൊരു വ്യക്തി എന്നല്ല കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. മേ ബി ആഴ്ചകളോ മാസങ്ങളോ ഒരു നോ കോണ്ടാക്റ്റോ സെപ്പറേഷനോ ഒരു ക്ലാരിറ്റി തരാത്ത സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻ സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരിക്കാം, അടുത്തൊരു ലെവലിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു പേഴ്സണെ കണ്ടുമുട്ടാൻ പോകുന്ന ഒരു ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറേ നാളായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. അത് മേ ബി റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല, നിങ്ങളുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം, ഒരു ഫാമിലി മെമ്പർ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അത്രത്തോളം പോസിറ്റീവായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത്. ട്രാവൽ പ്ലാൻ ഉള്ളവർക്കും ഇവിടെ വളരെ പോസിറ്റീവാണ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ എന്തെങ്കിലും സ്റ്റക്നെസ് ഉണ്ടെങ്കിൽ അത് മാറി കിട്ടുന്നൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് ക്യാഷ് ബേസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തവർക്കും നേരത്തെ ജോലി ചെയ്തിരുന്നിടത്തോ അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാർട്ട്, നിങ്ങൾ എന്താണോ അടുത്തതായിട്ട് പ്ലാൻ ചെയ്യുന്നത് അത് നടക്കും എന്നതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു യെസ് ഓർ നോ എടുക്കുകയാണെങ്കിൽ ഇവിടെ യെസ് എന്നൊരു ഉത്തരമാണ് നമ്മൾക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ കിട്ടുന്നത്. ഓക്കെ, സോ ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങൾക്കൊരു ജോബ് ഓഫർ, ഒരു ജോബൊക്കെ കിട്ടാനുള്ളൊരു ചാൻസും കാര്യങ്ങൾ, വേറൊരാളുടെ സഹായമാണ് നിങ്ങൾക്ക് ആവശ്യം, ഒരു സാമ്പത്തികമായ ഒരു സഹായമാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടാനുള്ളൊരു ചാൻസും കാര്യങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയും. അറ്റ് പ്രസൻറ്റ് നിങ്ങൾ എന്ത് സിറ്റുവേഷനിലും ആയിക്കോട്ടെ അതിലൊരു മാറ്റം വരും. കുറേയും കൂടി ഒരു സന്തോഷത്തിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി റിലേഷൻഷിപ്പ് സ്മൂത്ത് ആണെങ്കിൽ അടുത്തൊരു ലെവലിലേക്കോ ആ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കുന്നതായിട്ട് പെട്ടെന്നൊരു മാരേജ്, എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ നേരിട്ട് കാണുന്നൊരു സിറ്റുവേഷനിലേക്ക് പോവുക. ഓക്കെ, ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ ഒരു കോണ്ടാക്റ്റ് കിട്ടുക, ഒരു മെസ്സേജ് കോൾ കിട്ടുന്ന ഒരു സിറ്റുവേഷനോ, ഒരു ജോലിയുമില്ല, ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ആകെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഒരു ജോബ് ഓഫർ കിട്ടുക. ഓക്കെ,
ഇപ്പോൾ ഓൾറെഡി ജോബ് ഉണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടുക, അങ്ങനെ അത്ര പോസിറ്റീവായിട്ടാണ് 3 കാർഡ്സും കിട്ടിയിട്ടുള്ളത്. സോ നമ്മൾക്ക് ബാക്കി എന്തൊക്കെ കാര്യങ്ങളാണെന്നും കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ ഏഞ്ചൽ മെസ്സേജ്. പോസിറ്റീവായിട്ടിരിക്കുക. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ ഏഞ്ചൽ മെസ്സേജ്. ദ ഹൈ പ്രീസ്റ്റേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു ക്ലാരിറ്റി ജീവിതത്തിൽ വരാൻ പോകുന്നു. ഇത്രയും നാളും എന്തെന്നറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടാൻ പോകുന്നു. ഓക്കെ, വീണ്ടും അടുത്ത 3 കാർഡ്സ് എടുത്തപ്പോഴും 3 പോസിറ്റീവായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ദ സ്റ്റാർ കാർഡും 6 ഓഫ് വൺസുമാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിട്ടുള്ളത്. സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക, എഴുതിയിട്ടും മാനിഫേസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. വിഷ്വലൈസ് ചെയ്യുക, അതേപോലെ അമിത്തീസ്റ്റും റോസ് കാർഡ്സ് ഒക്കെ വെച്ചിട്ടും മാനിഫേസ്റ്റ് ചെയ്യുന്നതെല്ലാം തന്നെ നല്ലതാണ്. ഓക്കെ, യൂണിവേഴ്സിൽ ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് ഇവിടെ സ്റ്റാർ കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ പേരുടെ മുന്നിൽ ഒരു വാല്യൂ കിട്ടുന്നതായിട്ടോ, ഒരു പ്രൊമോഷൻ കിട്ടുന്നതായിട്ടോ, നല്ലൊരു ജോലി കിട്ടുന്നതായിട്ടോ, ഒരു സ്റ്റെബിലിറ്റി ലൈഫിൽ വന്നു ചേർന്നതായിട്ടോ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, സോ മുന്നോട്ടേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് യെസ് എന്നാണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ആ കാര്യം നടക്കുമെന്നതാണ് യൂണിവേഴ്സായിട്ട് നമ്മൾക്ക് തരുന്നൊരു മെസ്സേജ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഹെൽത്ത് ഇഷ്യൂസോ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ മാറും എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതായിട്ടില്ല. കുറേ കാര്യത്തിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വന്നു ചേരും. എന്ത് ചെയ്യണമെന്ന് നല്ല രീതിയിൽ ചിന്തിച്ചൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ കഴിയുന്നത്. 6 ഓഫ് വൺസ് ആണ്. നിങ്ങൾക്ക് എന്താണോ ചെയ്തു തീർക്കാനുള്ളത് അതിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ടൊരു സഹായം കിട്ടും. ഓക്കെ, ഒരു ജോലിയാണെങ്കിൽ ഒരു ജോലിയിലേക്ക് എത്തപ്പെടാനോ, അല്ലെങ്കിൽ ഒരു ട്രാവലാണ്, നിങ്ങൾക്കതിനെപ്പറ്റി ട്രാവൽ റിലേറ്റഡ് ആയിട്ടൊന്നും അറിയില്ല, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, ഒരു ജോലിക്കായിക്കോട്ടെ, അതിനൊരു സഹായം കിട്ടുന്നതായിട്ടോ. റിലേഷൻഷിപ്പിലും അതുപോലെ തന്നെ വേറൊരു വ്യക്തി ഹെൽപ്പ് ചെയ്തിട്ട് ഇതൊരു അടുത്തൊരു ലെവലിലേക്ക് പോകുന്നൊരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ. നൈറ്റ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ നാളായിട്ട് നിങ്ങൾക്ക് ഒന്നിനോടും ഒരു താല്പര്യവുമില്ല, ലൈഫ് ഭയങ്കര ബോറായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്നൊരു മൈൻഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് ഇവിടെ ഒരു മാറ്റം വരുന്നത്. മേ ബി ഇപ്പോഴും നിങ്ങൾ മെൻ്റലി ഡൗൺ ആയിരിക്കാം, പക്ഷെ ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങൾക്ക് മാറിക്കിട്ടാൻ പോകുന്നു. കുറച്ചൊക്കെ ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക, ഓവർ തിങ്ക് ചെയ്യുന്നൊരു സിറ്റുവേഷൻ മാറ്റുക. ഇത്രയും നാൾ നിങ്ങൾ എല്ലാവരിൽ നിന്നും ഇങ്ങനെ ഒളിച്ചോടി നിൽക്കുന്നൊരു സിറ്റുവേഷനോ, അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ടേക്കും ശരിയാകുന്നില്ല, എല്ലാം ഇഷ്യൂസാണ്, അങ്ങനെ നെഗറ്റീവ് കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സണായിരുന്നു നിങ്ങൾ. അതിനാണൊരു മാറ്റം വരാൻ പോകുന്നത്. ഓക്കെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കഴിയും. അല്ലാതെ നിങ്ങൾക്ക് പേഴ്സണൽ ലൈഫ് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അതിലൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടിയ ഒരു ഡിസിഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാർഡ്സിൽ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് 3 ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നല്ലതല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങളുടെ അടുത്ത് നിന്നും മാറിപ്പോകുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജി, നെഗറ്റിവിറ്റിയാണ് നിങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറുന്നത്. ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് നിങ്ങൾ വരികയാണ്. സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുക. അടുത്ത 3 ആഴ്ച, 3 മാസം, ഈ ഒരു സമയമൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവ് കാര്യങ്ങൾ വരികയും നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലേക്കൊക്കെ തന്നെ വരുന്നുണ്ട്. സോ ഹാപ്പി ആയിട്ടിരിക്കുക. ഭയങ്കര ഒരു മാറ്റം കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കോ കണ്ണീറോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആണ് ഒരു ബ്ലോക്കേജ് ആയിട്ട് നിന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ അത് വളരെ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയായിരുന്നു. വേറെ ആരുടെടുത്തും റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊന്നും തന്നെ ഡിസ്കസ് ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അതൊരു സക്സസ്സിലേക്ക് എത്തുന്നത് വരെ അറ്റ്ലീസ്റ്റ് മിണ്ടാതിരിക്കുക എന്നതാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാര്യം ഇവിടെ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾക്ക് 2 ഓഫ് കപ്സുമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. വേറൊരു വ്യക്തി വന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലേക്ക് പോകുന്നൊരവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഓൾറെഡി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. സോ അതാണ് ഇവിടെ വീണ്ടും ഒരു റീകൺസിലേഷൻ. പഴയ പാസ്റ്റിലുണ്ടായിരുന്ന വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. പുതിയൊരു വ്യക്തി എന്നല്ല, പാസ്റ്റിലുണ്ടായിരുന്ന പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു.
മേ ബി നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. ഒരു സോറി പറയാനോ അല്ലെങ്കിൽ വീണ്ടും ഒരു റീകൺസിലേഷൻ റീയൂണിയൻ ഒന്നും കൂടി നേരിട്ട് കണ്ട് സംസാരിക്കാനോ. ഓക്കെ, സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് മുന്നോട്ടേക്ക് കടന്നു പോകുന്നത്. നമ്മൾക്ക് ബാക്കി കാർഡ്സ് കൂടി നോക്കാം. യൂണിവേഴ്സ്, ഏഞ്ചൽസ്, ഡിവൈൻ, പോസിറ്റീവായിട്ടിരിക്കുക. ഏഞ്ചൽ മെസ്സേജ്. എയ്റ്റ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് ട്രോമയുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇപ്പോഴും അത് ഹീലായിട്ടില്ല, അതും ഒരു തടസ്സം വരുത്തുന്നു എന്നാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങളുടെ ഒരു ചോദ്യം തന്നെ, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സ്റ്റക്നെസ് വരുന്നു, എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും പോസിറ്റീവായിട്ട് നടക്കുന്നില്ല, എല്ലാം നെഗറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളാണല്ലോ നടക്കുന്നത്. ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ മൈൻഡിൽ. പക്ഷേ ഒരു പാസ്റ്റ് ലൈഫ് ട്രോമ, അതേപോലെ തന്നെ ബ്ലാക്ക് മാജിക് ഉണ്ടായിരുന്നു, അതെല്ലാം മാറി കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയിട്ടുണ്ട്. ബോട്ടം ഓഫ് ദി ഡെക്ക് 5 ഓഫ് സോഡ്സ് ആണ്. ആരെങ്കിലുമായിട്ടൊരു വാക്ക് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് സോൾവ് ആകുന്ന ഒരു സിറ്റുവേഷൻ, പ്രത്യേകിച്ചും കോടതി ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും വസ്തു പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസോ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞ് തീർത്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ടേക്കൊരു നല്ല കാലം വരാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ കാർഡ്സ് ഫുള്ളായിട്ട് കാണാൻ കഴിയുന്നത്. പാസ്റ്റ് ലൈഫ് ട്രോമയുണ്ട്, വഴക്ക് വാക്കുതർക്കം ഉണ്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, എല്ലാത്തിൽ നിന്നും ഒളിച്ചോടി അല്ലെങ്കിൽ ആരും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ വയ്യ എന്നൊരു സിറ്റുവേഷനോ ലൈഫ് മൊത്തത്തിൽ മടുത്തു എന്നൊരു സിറ്റുവേഷനിലേക്കോ നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ദ ഹൈ പ്രീസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് സ്റ്റാർ കാർഡ്. ദാറ്റ് മീൻസ് ഒന്നിലും ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഈ കാര്യങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. നെഗറ്റീവ് എനർജി, നെഗറ്റിവിറ്റി മാറിക്കിട്ടുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് നടക്കുമെന്നൊരു മെസ്സേജ്. സ്ട്രോങ്ലി അത് ട്രസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, സോ ഒരു എൻഗേജ്മെൻറ്റ്, മാരേജ്, ഒരു വീട് അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിക്കാനും സ്റ്റഡീസിനും ഒരു ക്യാഷ് വേസ് സ്റ്റെബിലിറ്റി, അങ്ങനെ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നടക്കും എന്നത് തന്നെയാണ് നമ്മൾക്ക് ഇന്നത്തെ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത്. സോ അത് കംപ്ലീറ്റ് ആയിട്ട് ട്രസ്റ്റ് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റ് ആകും. പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ആകും. നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് കാര്യങ്ങളാണ് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരും. യൂണിവേഴ്സിനൊരു സപ്പോർട്ട് കിട്ടും. നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം ഫാസ്റ്റായിട്ട് തന്നെ ഇത് വർക്കൗട്ട് ആവും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ ഇൻസ്റ്റയിലും കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതിന് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. സോ ടേക്ക് കെയർ, ബൈ.